എൻ്റെ പേര് ഗീതു. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2019 മെയ്യിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒമാനിൽ വർക്ക് ചെയ്യുമായിരുന്നു, ഞാനും ഹസ്ബൻഡും. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ച് ഒമാനിലേക്ക് പോയി. തിരിച്ച് പോയെങ്കിലും ഞാൻ പ്രാർത്ഥനയിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, പ്രവർത്തികളിലല്ല. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു NRI ആയതുകൊണ്ട് തന്നെ 1 വർഷ കാലഘട്ടമായിരുന്നു ഉടമ്പടി. ആ 1 വർഷ കാലഘട്ടം ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെയ്തു, ബൈബിൾ വായിച്ചു. പക്ഷേ ഞാൻ പ്രവൃത്തികളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് 2020 ആയപ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് പോന്നു. കൂടുതലൊരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് റിസൈൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ റിസൈൻ ചെയ്ത സമയത്താണ് കൊറോണ വരുന്നത്. കൊറോണയോടുകൂടി പിന്നെ എല്ലാം അടച്ചു, ലോക്ക്ഡൗൺ ആയി. ഞങ്ങൾ അവിടെ നിന്ന് റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റിലാണ് നാട്ടിലേക്ക് പോയിരുന്നത്. പിന്നെ ഇവിടെ എല്ലാം അടച്ച് ലോക്ക്ഡൗൺ ആയപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. അത് കഴിഞ്ഞ് കൊറോണയൊക്കെ ഒന്ന് ഓക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഓസ്ട്രേലിയക്ക് മെയിനായിട്ട് 3 എക്സാമാണ് നമുക്ക് പാസ്സാവേണ്ടത്. ഫസ്റ്റ് NCLEX RN. നഴ്സിംഗ് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാമാണ് NCLEX RN. പക്ഷേ എന്തുകൊണ്ടോ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു NCLEX RN എക്സാം പാസ്സാകാം എന്നുള്ളത്. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളൊന്നും ചെല്ലുന്നുണ്ടായിരുന്നില്ല. 1 വർഷം ചെല്ലിയിട്ട് ഞാൻ നിർത്തിയായിരുന്നു. ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. 3 മാസം ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തു. നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതി. പക്ഷേ എനിക്കത് കിട്ടിയില്ല. കിട്ടാണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഒത്തിരി പ്രിപ്പയർ ചെയ്തതാണല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ അപ്പോഴാണ് എൻ്റെ അമ്മ പറയുന്നത്, നീ ഉടമ്പടി എടുത്തതാണല്ലോ, നിൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപവും ഇല്ലേ, എന്തോരം സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത് ഉടമ്പടി കാശ് രൂപം വെച്ച് എക്സാം പാസ്സായത്, നീ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ കൂടുതലും മാതാവിനോടാണ് അടുക്കുന്നത്. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ പഠിക്കുന്നതിന് മുമ്പ് തന്നെ വചനം എഴുതുകയും ഓരോ പഠനത്തിൻ്റെ സമ്മതമായിട്ടുള്ള വചനങ്ങൾ എഴുതി അതും കുറേ പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും 2ാമത് എക്സാം എഴുതി. എക്സാം ഏകദേശം ഒരു 5 മണിക്കൂറുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ ഓരോ നന്മ ചൊല്ലി സമർപ്പിച്ച് ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ എക്സാം എഴുതി. അങ്ങനെ ആ എക്സാം ഞാൻ പാസ്സായി. അടുത്തതാണ് OET. OETനെ കുറിച്ച് എനിക്ക് ഭയങ്കര അഭിമുഖീകരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ആളല്ല. അപ്പോൾ സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും പേടി. അതെങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ ഇതേപോലെ തന്നെ ഞാൻ OETക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ലോക്ക്ഡൗണൊക്കെ മാറിയായിരുന്നു. ഞാനപ്പം ലൈറ്റ് ക്യാനിൽ പ്രയറായിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കിയില്ല, ലൈറ്റ് ക്യാനിൽ പ്രയറായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ OET എക്സാമിന് പോയി. എക്സാം എനിക്ക് ടഫായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. ഈവൻ സ്പീക്കിംഗ് ആണെങ്കിൽ പോലും എനിക്ക് നല്ലൊരു എക്സാമിനറിന് കിട്ടി. എനിക്ക് ഒത്തിരി ഞാൻ പ്രിപ്പയർ ചെയ്ത എക്സാം ക്വസ്റ്റ്യൻസൊക്കെ തന്നെ അവരെന്നോട് ചോദിച്ചത്. അതെനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആ OET ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ മൊഡ്യൂളിലും B വേണം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി ഒരു 2ാമത് എഴുതാൻ എനിക്ക് വയ്യ, അത്രയും ഞാൻ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, അപ്പം ഇനി എന്നെ എഴുതിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ OET എനിക്ക് എല്ലാ മൊഡ്യൂളിലും B തന്ന മാതാവ് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഒരു കടമയായിരുന്നു OSCE എന്നുള്ളത്. അത് നമ്മൾ ഓസ്ട്രേലിയയിൽ പോയി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരണം. അത് ആ എക്സാമിന് തന്നെ നമുക്ക് ഒത്തിരി 2 ലക്ഷം രൂപയോളം എക്സാമിന് മാത്രം ഫീസാണ്. പിന്നെ പോകുന്നതിൻ്റെ അവിടുത്തെ അക്കോമഡേഷൻ, അങ്ങനെ ഒത്തിരി പൈസ മുടക്കിയാണ് നമ്മൾ എക്സാമിന് പോകുന്നത്. അപ്പോൾ അത് ഓർക്ക് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. അത് പാസ്സാവാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള കോൺസിക്വൻസസ് എന്തായിരിക്കും എന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ അതിനു വേണ്ടി ലൈറ്റ് ക്യാനിൽ പ്രയറായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. അവിടെ ചെല്ലുമ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു. നമുക്ക് ഇനി അവിടുത്തെ സാഹചര്യം ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം, എങ്ങനെയാണ് എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമോ, എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ കൂടെ വരുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അവരൊന്നും എനിക്കറിയത്തില്ല, അവർക്ക് വരാൻ പോകുന്നവരെ വേണ്ടി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അതുകൊണ്ട് മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് എൻ്റെ കൂടെ താമസിച്ചിരുന്നവരെല്ലാം എന്നെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഒരു മാസം ഞാനവിടെ നിന്നിട്ട് ഒരു ദിവസം പോലും ഞങ്ങൾ കൊന്തയില്ലാണ്ടിരുന്നിട്ടില്ല. എത്ര വൈകി വന്നാലും ഞങ്ങൾ കൊന്തയിലും. അങ്ങനെ നല്ലൊരു ഗ്യാങ് ഫ്രണ്ട്സിനാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ എക്സാമിന് സമയമായപ്പോഴത്തേക്കും ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചുമ വന്നു. OSCE എക്സാം എഴുതിയവർക്ക് അറിയാൻ പറ്റും, നമുക്ക് ചുമയ്ക്കാനുള്ളൊരു സാവകാശം അവിടെ ഇല്ല. വേഗം നമുക്ക് ചെയ്തു തീർക്കണം.
പക്ഷേ എക്സാമിൻ്റെ ദിവസം ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതുപോലെ മാതാവിൻ്റെ വെഞ്ചിരിച്ച് ഉപ്പ് ഇട്ട് വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ എക്സാമിന് ചുമച്ചിട്ടേ ഇല്ല. ചുമ വന്നാൽ നമുക്ക് സാധാരണ ടൈപ്പ് ഓഫ് ചുമയല്ല, ഒരു ഭയങ്കര കുത്തി ചുമച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷേ അന്ന് എനിക്ക് ചുമ വന്നിട്ടേ ഇല്ല. ഞാൻ കയ്യിൽ ഉടമ്പടി കാശുമ്പോൾ കയ്യിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോക്കറ്റിലിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ ടോട്ടൽ 10 സ്റ്റേഷനാണ് നമുക്ക് ഓസ്കിക്ക് പാസ്സാവേണ്ടത്. 10 സ്റ്റേഷനാണുള്ളത്, അതിൽ 7 സ്റ്റേഷൻ പാസ്സാവണം. മാതാവ് എനിക്ക് 9 സ്റ്റേഷനും പാസ്സാക്കി തന്ന് എന്നെ അവിടെ വിജയിപ്പിച്ചു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്ന ഉടനെ വേഗം തന്നെ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ വേഗം തന്നെ ആകണമെന്നുള്ളത്. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന് OETക്ക് ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ പേരിൽ വ്യത്യാസം വന്നു. എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ വീട്ടുപേരും കൂടി ചേർത്താണ് OETക്ക് വന്നത്, റിസൾട്ട് വന്നത്. അപ്പോൾ അത് OETയുടെ ഓഫീസേഴ്സ് എന്നോട് പറഞ്ഞു, ഇതിപ്പോൾ നിനക്ക് റിസൾട്ട് കറക്റ്റായിട്ട് B കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം റിജക്റ്റായി പോകുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച സാരില്ല, മാതാവ് തന്നാണല്ലോ, ഞാൻ മേടിച്ചതല്ലല്ലോ, മാതാവ് തന്നല്ലേ, മാതാവ് നോക്കിക്കോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ 2ാമത്തെ നിയോഗം വെച്ചു, മാതാവ് OETക്ക് പേരിൻ്റെ പേരിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ മാതാവേ എന്നുള്ളത്. അങ്ങനെ ഞാൻ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു. എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത എല്ലാവരെക്കാളും മുന്നേ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി. 3 ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി. അടുത്ത ഒരു ഇതാണ് എനിക്ക് ജോലി കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഈ നേരം കൊണ്ട് തന്നെ എനിക്കൊരു 3 വർഷത്തോളം ഗ്യാപ്പായി നഴ്സിങ്ങിന്. അപ്പോൾ ഞാൻ ജോലിക്ക് വേണ്ടി ഞാനൊരു എല്ലാവരും കൊടുക്കുന്ന ഒരു പ്രശസ്തമായൊരു ഏജൻസീനെ സമീപിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിനക്ക് ഓൾറെഡി ഗ്യാപ്പായല്ലോ, ഇപ്പോൾ ഇനി 3 വർഷം ഗ്യാപ്പായി, പിന്നെ നീ ഓസ്ട്രേലിയ നോക്കേണ്ട കാര്യമില്ല, നിനക്ക് അവിടെ എന്തായാലും കിട്ടില്ല, നീ നോക്കണ്ട, നീ വേറെ ഏതെങ്കിലും കൺട്രി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പരീക്ഷകളൊക്കെ പാസ്സായി വന്നപ്പോഴത്തേക്കും അവരിങ്ങനെ പറഞ്ഞപ്പം അത് ഭയങ്കര ഒരു പ്രശസ്തമായ ഒരു ഏജൻസിയും കൂടിയാണ്. അപ്പം ഭയങ്കരമായ ടെൻഷനായി, ദൈവമേ ഇനി എനിക്ക് ജോലി കിട്ടൂലേ എന്ന് ഓർത്ത്. പക്ഷേ ഞാൻ വിചാരിച്ച സാരമില്ല, ഇതൊന്നും ഞാൻ ചെയ്തതല്ലല്ലോ, മാതാവ് തന്നതല്ലേ, അപ്പോൾ എന്തായാലും മാതാവ് എനിക്ക് ഉറപ്പായിട്ടും ജോലിയും തരും. അങ്ങനെ ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ ഒരു 3 മാസം കഴിഞ്ഞു എൻ്റെ ഈ പുതുക്കിയത്. അപ്പം 2ാമത് പുതുക്കിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗം വെച്ചു, എനിക്ക് ഉടമ്പടി നിബന്ധനകളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റണം, അതിൽ തെറ്റുകുറ്റങ്ങളൊന്നും വരരുതെന്ന് വെച്ചു. അങ്ങനെ 2ാമത്തെ നിയോഗം വെച്ചു, കൂടുതലും പരിശുദ്ധാത്മാവിന് ലഭിക്കുവാനായിട്ടുള്ളൊരു ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയുള്ള നിയോഗം വെച്ചു. അങ്ങനെ കൂടുതൽ ഞാൻ ഉടമ്പടി നിബന്ധനകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പത്രം എല്ലാ മാസം വന്ന് വാങ്ങിക്കുമായിരുന്നു. ഫസ്റ്റ് ഞാൻ പത്രം എൻ്റെ പള്ളികളിൽ കൊടുത്തു. ഞാൻ പോകുന്ന നോവേന പള്ളികളിലും അല്ലാതെ എൻ്റെ ഇടവക പള്ളിയിലൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ഒത്തിരി. അപ്പം എങ്ങനെയാണ് മറ്റുള്ളവർ മാതാവിന് കൂടെ അടുത്തതെന്ന് ഉള്ളത് ഈ സാക്ഷ്യങ്ങൾ വഴി ഒത്തിരി ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ പതുക്കെ പള്ളികൾ വിട്ട് ഹോസ്പിറ്റലുകളിലോട്ട് പോകാൻ തുടങ്ങി. ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട പേപ്പർ കൊണ്ടേ കൊടുത്തു. 2ാമത് പിന്നീട് പോയപ്പോഴത്തേക്കും അവരോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നീട് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഓരോ പടിപടിയായി ഞാനിങ്ങനെ ഉയർന്നുകൊണ്ട് വന്നു ഇങ്ങനെ നിബന്ധനകൾ പാലിക്കുന്നതിൽ. പിന്നെ പൊതിച്ചോറൊക്കെ കിട്ടി കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ ആലപ്പുഴ രൂപതയുടെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പോയി അമ്മമാരോട് സംസാരിക്കും. നടക്കാൻ പറ്റാത്ത അമ്മമാരുണ്ട്, കാല് മുറിച്ച് ഷുഗറൊക്കെ വന്ന്, അവരോട് സംസാരിക്കും. അവർക്ക് ഒത്തിരി ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തു. അവർ ആരുമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു അവിടെ, മക്കളൊന്നും ഇല്ലാത്തവർ. അപ്പോൾ അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടാവും, അവർ ആരോടും പറയാൻ പറ്റാത്ത കുഞ്ഞു ചിലപ്പം എന്തെങ്കിലും ഫുഡായിരിക്കും, എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും. അങ്ങനെ അവരോട് ചോദിച്ച് അപ്പോൾ അതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ജോലിയൊന്നും ആവുന്നില്ല, എല്ലാം കൊടുക്കുന്നതിലും കൂടുതൽ റിജക്ഷനാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ പക്ഷെ ഞാൻ തളർന്നില്ല, ഞാനിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഏജൻസിയിലൊന്നും കൊടുക്കാണ്ട് അല്ല, ഞാൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊടുത്തു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കാണെങ്കിൽ ഓൾറെഡി 3.5 വർഷം ഗ്യാപ്പ് ആയതുകൊണ്ട് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയയിൽ പോകണം. ഏതെങ്കിലും ടെമ്പററി വിസയ്ക്ക് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയയിൽ പോയി വർക്ക് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. PR ഒന്നും എൻ്റെ ഒരു വിദൂര സ്വപ്നങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവിടെ ചെന്നിട്ടുള്ള കാര്യമാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുമില്ല. ടെമ്പററി വിസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൽ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിനക്ക് ഏത് വിസയ്ക്ക് വരാനാണ് താല്പര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ടെമ്പററി വിസയാണ് താല്പര്യം, കാരണം എനിക്ക് ഇത്രയും ഗ്യാപ്പായി, എനിക്ക് വർക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷേ അവർ തിരിച്ചെനിക്ക് മെയിൽ അയച്ചത് PR വിസയായിരുന്നു.
എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഉള്ള PR വിസയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെനിക്ക് ഓഫർ ചെയ്തത്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ എംപ്ലോയി സ്പോൺസർ ചെയ്ത് PR വിസയാണ് എനിക്ക് കിട്ടിയത്. അവരെ എംപ്ലോയി സ്പോൺസർ ചെയ്ത് ഞങ്ങൾ തന്നെ PR-ന് അപ്ലൈ ചെയ്തു. PR-ന് അപ്ലൈ ചെയ്തു. നവംബർ 3 ഞാൻ അപ്ലൈ ചെയ്തു. മാതാവിനോട് ഓരോ മെയിൽ അയക്കുമ്പോഴും മാതാവിനോട് സമർപ്പിച്ച് ഉടമ്പടി കാശുരൂപം പിടിച്ച് തൈലം പുരട്ടിയാണ് അപ്ലൈ ചെയ്തത്. ഞങ്ങൾ തന്നെയാണ് അപ്ലൈ ചെയ്തത്, ഞങ്ങളൊരു ഏജൻസിക്കും കൊടുത്തില്ല. തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസും ഒത്തിരി ക്വസ്റ്റ്യൻസും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോന്ന് വരുമ്പോഴും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പം മാതാവ് ആരെങ്കിലും ഞങ്ങൾക്ക് തന്ന് ഹെൽപ്പ് ചെയ്യും. ആരെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ ആരെങ്കിലും മാതാവ് പറഞ്ഞു വിടും. അങ്ങനെ ഞങ്ങൾ അത് അപ്ലൈ ചെയ്തു. നവംബർ 3 അപ്ലൈ ചെയ്തു. നവംബർ 3 അപ്ലൈ ചെയ്തു. കഴിഞ്ഞ മാസം ഡിസംബർ 6 ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. മാതാവേ, 1 മാസമായി അപ്ലൈ ചെയ്തിട്ട്, ഇനിയും ഒത്തിരി ഈ PR കിട്ടിയ കാര്യമോ എനിക്ക് ജോലിയുടെ എവിടെയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്കും മാതാവിനും എൻ്റെ ഹസ്ബൻഡിനും മാത്രം അറിയാം. വീട്ടിലുള്ളവർക്ക് പോലും അറിയില്ലായിരുന്നു PR ആണ് കിട്ടിയതൊന്നും. അങ്ങനെ എനിക്ക് പേടിയും ഉണ്ടായിരുന്നു. കാരണം ഇതിന് അവസാനം വല്ല റിജക്ഷനായി പോയി കഴിഞ്ഞാലും എല്ലാവരും ഓൾറെഡി 4 വർഷമായി വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുമുണ്ട്, എന്താണ് പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് 6 വന്ന് പറഞ്ഞു, മാതാവേ, എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ആയില്ലേ എന്ന്. വേഗം വന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു വിസ. പക്ഷേ ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങളോ എൻ്റെ എവിടെ പോകണമെന്നുള്ളതൊന്നും അല്ല നിറവേറേണ്ടത്. മാതാവിന് ഞാൻ എവിടെ പോകണം, ഞാൻ എവിടെ വർക്ക് ചെയ്യണം, മാതാവിന് എപ്പോൾ വിസ തരണം, ഒക്കെ മാതാവിൻ്റെ ഇഷ്ടം മാത്രമാണ്. മാതാവാണ് ഇതെല്ലാം നടത്തി തന്നത്. അത് മാതാവിൻ്റെ ഇഷ്ടം മാത്രം നിറവേറിയാൽ മതി എൻ്റെ ജീവിതത്തിൽ. വേറെ ഒന്നും എനിക്ക് വേണ്ടാന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിസ വന്നു. മെയിൽ വന്നു, എനിക്ക് വിസ അപ്രൂവ് ആയി. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വിസ അപ്രൂവ് ആയി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഈ മാസം 15 ഓസ്ട്രേലിയയിലേക്ക് പോവാണ്. ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എവിടെ പോയാലും എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റണം, ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റണം, മാതാവിൻ്റെ മകളായിട്ട് ജീവിക്കാൻ പറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മൈഗ്രെയിൻ വരുന്ന ഒരാളാണ് ഞാൻ. ഏകദേശം ഒരു 14 വർഷം, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന കാലം തുടങ്ങി 14 വർഷം തുടങ്ങി എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. മൈഗ്രെയിൻ വരുമ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ അപ്പോൾ തന്നെ മൈഗ്രെയിൻ വരും. ഒരു ചെറിയ വൈകിയാൽ വൈകുന്നേരം വെയിൽ കൊണ്ടാൽ, അങ്ങനെ ചെറിയൊരു ഫാക്ടറാണെങ്കിൽ പോലും എനിക്ക് അപ്പം തന്നെ വേദന വരും. ചെറിയൊരു വേദന വന്നാൽ അത് വലിയ വേദനയോടുകൂടി അവസാനിക്കത്തുള്ളൂ. ഞാൻ മരുന്നൊന്നും പാരസെറ്റമോൾ കഴിക്കുന്നതല്ലാണ്ട് വേറെ മരുന്നൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഒത്തിരി എനിക്ക് ആ മൈഗ്രെയിൻ്റെ എപ്പിസോഡ്സ് കുറഞ്ഞു. ഇപ്പോൾ വളരെ പണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഒരു മൈഗ്രെയിൻ വന്നിരിക്കും, അത് ഉറപ്പായിട്ടും. കാരണം ഒരു നേരം ഉപവസിക്കുമല്ലോ, അപ്പം എന്തായാലും ആ മൈഗ്രെയിൻ ആയിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ ഒത്തിരി എനിക്ക് അങ്ങനെ വരാറേ ഇല്ല മൈഗ്രെയിൻ. അതുപോലെ തന്നെ ചെറുതായിട്ട് വന്ന് തുടങ്ങണമെന്ന് തോന്നിയാൽ തന്നെ അപ്പം തന്നെ ഉടമ്പടി തൈലം എടുത്ത് പുരട്ടും. പിന്നെ എനിക്കത് വരത്തില്ല, അതങ്ങനെ മാറിപ്പോകും. പണ്ട് ഞാൻ ടൈഗർ മാമായിരുന്നു പുരട്ടിക്കൊണ്ടെന്ന് വെച്ചത്, പക്ഷേ ഇപ്പം അതല്ല, ഉടമ്പടി തൈലമാണ് പുരട്ടുന്നത്. അപ്പോൾ അത് അങ്ങ് മാറിപ്പോകും. അതുപോലെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നമുക്ക് വെയിൽ കൊള്ളും എന്നുള്ള സാഹചര്യം നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉടമ്പടി തൈലെടുത്ത് പുരട്ടിയിട്ട് പ്രാർത്ഥിക്കും, മാതാവേ ഇന്നെനിക്ക് തലവേദന വരല്ലേ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് വരത്തില്ല. അങ്ങനെ മാതാവ് ഒത്തിരി സൗഖ്യം തന്നെ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പണ്ടും പ്രാർത്ഥിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ പ്രാർത്ഥന ഇപ്പോൾ ഒരു കൊന്ത ചൊല്ലാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ പല വിചാരങ്ങൾ കയറി വരും. പിന്നെ സങ്കടങ്ങൾ, പല കാര്യങ്ങൾ വരും. അങ്ങനെ കൊന്ത തീരണവരെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. കൊന്തയിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഞാൻ ഒത്തിരി മാതാവിനോട് അടുത്ത് ഓരോ കൊന്ത ചെല്ലുമ്പോഴും മാതാവിനോട് അത്ര സ്നേഹത്തോടെയാണ് ഞാൻ ചെല്ലുന്നത്. എന്നും പള്ളിയിൽ പോകും, 2 ആഴ്ച കൂടെ കുമ്പസാരിക്കും, ബൈബിൾ വായിക്കും. പണ്ടൊക്കെ ബൈബിൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് ബൈബിൾ വായിക്കുമ്പോഴും ഞാൻ 2 തവണയൊക്കെ ബൈബിൾ വായിച്ച് തീർന്നിട്ടുണ്ട്. പക്ഷെ അത് വായിച്ച് തീർത്തു എന്ന് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒത്തിരി ആ വചനങ്ങൾ മനസ്സിലാക്കിയാണ് ബൈബിൾ വായിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും. പിന്നെ ഓരോ രോഗികൾ ശുശ്രൂഷിക്കുമ്പോഴും മാതാവിനെയും ഈശോനെയും കണ്ടുകൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇത്രയും അധികം അനുഗ്രഹങ്ങളും എല്ലാം തന്ന എൻ്റെ മാതാവിനും ഈശോ അപ്പച്ചനും 1000 നന്ദി പറയുന്നു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. യെശയ്യാ 45 തിരുവചനമാണ്. ഒമാനിൽ നേഴ്സായിട്ട് വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ ദമ്പതികൾക്ക് പിന്നീട് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്തയോടെ അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് വരികയാണ്.
പിന്നീട് അവർക്ക് കിട്ടുന്നത് നീണ്ട 3-4 വർഷങ്ങൾ ജോലിയില്ലാത്ത ഒരവസ്ഥയാണ്. എങ്ങുമെങ്ങും എത്തിച്ചേരാൻ പറ്റാത്ത പോലെയുള്ള ഒരു അവസ്ഥ. അങ്ങനെ പല പല ചോദ്യങ്ങൾ, ഒന്നുമായില്ലേ എന്നുള്ള ഓരോ ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളുമൊക്കെ ആയി അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നീട് എങ്ങനെ ഈ മകള് ഉടമ്പടി എടുത്തു. എന്നാൽ ആ ഉടമ്പടി വളരെ കൃത്യമായിട്ടൊന്നും കൊണ്ടുപോയില്ല എന്ന് ഈ മകൾ തന്നെ പറഞ്ഞു. വീണ്ടും ഉടമ്പടി രണ്ടാമത് പുതുക്കുമ്പോൾ തൊട്ടാണ് താൻ എന്തൊക്കെയാണ് ഉടമ്പടി നിബന്ധനകൾ വളരെ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ഈ മകൾക്ക് തന്നെ ബോധ്യം വരുന്നു. സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളുമൊക്കെ കേട്ട് ആ ഒരു ചിന്ത സ്വയം തോന്നുന്നതാണ്. അങ്ങനെ പിന്നീട് ഉടമ്പടി നന്നായിട്ട് ജീവിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നാം കേട്ടത്. ഓരോരോ കാര്യങ്ങളിലും പിന്നീട് എങ്ങനെയായിരുന്നു, അതായത് ഓരോ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. NCLEX RN എക്സാം ഉണ്ട്, OET ഉണ്ട്, OSCE ഉണ്ട്. അപ്പോൾ ഈ എക്സാമിനൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ പിന്നീട് ഈ മകൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറിയത്? ഉടമ്പടി കാശ്രൂപമൊക്കെ പിടിച്ചുകൊണ്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ എങ്ങനെ തനിക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഓരോന്നും അറിയില്ല, ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഉടമ്പടി കാശ്രൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോന്നും പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടാണ് ഓരോ ആൻസറും സബ്മിറ്റ് ചെയ്തത്. അങ്ങനെയൊക്കെ പിന്നീട് തൻ്റെ എക്സാം എല്ലാം പാസ്സാവുകയാണ്. അതിനുശേഷം പിന്നീട് ഒരു ടെമ്പററി വിസയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് ആലോചിച്ച് അതിനുവേണ്ടി മാത്രം പരിശ്രമിക്കുകയാണ്. അപ്പോഴാണ് PR കൂടിയ വിസ ഈ മക്കൾക്ക് PR വിസ ലഭിക്കുന്നത്. ഒരിക്കലും അത് വരുമെന്ന് ആഗ്രഹിച്ചതല്ല, വരാൻ യാതൊരു ചാൻസുമില്ല. തനിക്ക് 3.5 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ആകാം, അവിടെ ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ ആയിട്ട് ഉടമ്പടി കുറച്ചുകൂടി സീരിയസ് ആയിട്ടെടുത്ത് വളരെ ഇഷ്ടത്തോടെ ആ ഉടമ്പടി ജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നീട് പെർമനൻറ്റ് വിസയും ഒക്കെ കിട്ടി. ഇപ്പോൾ PR ഒക്കെ കിട്ടി പോകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത്. അതുപോലെ തൻ്റെ വർഷങ്ങളായിട്ടുള്ള മൈഗ്രെയിനൊക്കെ എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതെല്ലാം സൗഖ്യപ്പെട്ടു എന്നുള്ളതാണ് നാം കേട്ടത്. പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നു. ഇപ്പോൾ നേരത്തെയും പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. എന്നാൽ ബൈബിൾ ഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു വായനയായിരുന്നില്ല, കുറച്ച് വായിച്ചു അത്രമാത്രം. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം തിരുവചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും ഇഷ്ടത്തോടെ പ്രാർത്ഥിക്കുവാനുമൊക്കെ തനിക്ക് സാധിക്കുന്നു. ജപമാല ഇടതടവില്ലാതെ ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നാം കേട്ടത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ തന്നെ തടസ്സങ്ങളൊക്കെ എങ്ങനെ മാറുന്നു? തിരുവചനം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് തടസ്സങ്ങളല്ലാതാക്കുവാൻ ഈശോ തയ്യാറായി നിൽക്കുകയാണ്. നാം കൂടെ ഒന്ന് മനസ്സ് വയ്ക്കണം. ഉടമ്പടി ജീവിതം ജീവിക്കുവാൻ നാം ഒന്ന് സന്നദ്ധരാകണം. അതിനുള്ള കൃപ നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.